ഹാപ്പി ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഏറെ രുചികരവും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു മധുര പലഹാരമാണ്, മുന്തിരിക്കൊത്ത്. പഴയ കാലങ്ങളിലും ഇന്നും നമ്മുടെ കടകളിലെ സ്ഥിരം ഐറ്റമാണ് ഈ മുന്തിരിക്കൊത്ത്. കടയിലെ അതേ രുചിയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കാനായി ചെറുപയർ പരിപ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പയർ തന്നെ ആയിരിക്കണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. അരമുറി തേങ്ങ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കരയും 4 ഏലക്ക, ഇത്രയുമാണ് ഇത് തയ്യാറാക്കാനായി ആവശ്യമുള്ളത്. ഇനി പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം മാത്രമേ പാടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് ചുവന്നത് കിട്ടുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കിത് വറുത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി ഇതേ പാനിൽ തന്നെ ഗ്രേറ്റ് ചെയ്ത തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ ഈർപ്പമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയും മീഡിയം ഫ്ലെയിമിൽ വേണം വറുക്കാൻ. നമ്മുടെ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചതായ ചെറുപയർ പരിപ്പിട്ട് അല്പം തരിയോടുകൂടെ നമുക്കതിനെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. രണ്ടാമത്തെ തവണ പൊടിക്കുമ്പോൾ 4 ഏലക്കായും കൂടെ ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി വറുത്ത് വെച്ചതായ തേങ്ങയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇട്ടതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഇതിൽ ഒരുപാട് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാൻ പാടില്ല. ഇനി ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിനെ മിക്സ് ചെയ്ത് വെച്ചതായ ചെറുപയർ പരിപ്പിലേക്ക് കുറേശ്ശെയായി ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ചൂടോടുകൂടെ ഒഴിക്കുന്നതിൽ പ്രശ്നമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായി ചേർത്ത് നമുക്ക് ഈ മാവിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഈ മാവ് നമ്മുടെ കയ്യിൽ ഒരു ഉരുള ഉരുട്ടിയെടുക്കുന്ന ആ പാകത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ശർക്കര പാനി കുറേശ്ശെയായി ഒഴിച്ച് കുഴയ്ക്കാൻ പറഞ്ഞത്. ഈ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഉരുളകളാക്കി നമുക്ക് എടുത്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് തണുക്കുന്നതിനിടയിൽ ഇതിനാവശ്യമായ ഒരു കോട്ടിംഗ് നമുക്ക് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും പത്തിരിപ്പൊടിയോ ഇടിയപ്പം പൊടിയോ മാത്രമേ ഉപയോഗിക്കാവൂ. തരികളൊന്നുമില്ലാത്ത അരിപ്പൊടി വേണം നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാൻ. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ പഞ്ചസാരയും അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതിനെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മാത്രമേ ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ഓരോ ബോളും ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്നതായ മാവിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ഫുള്ളായി ഒന്ന് കോട്ട് ചെയ്തെടുത്ത് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ മറ്റ് ബോളുകളും നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം മറ്റേ സൈഡ് കൂടെ നമുക്ക് മറിച്ചിട്ട് ഇതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം മാത്രമേ പാടുള്ളൂ. അരിപ്പൊടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുര പലഹാരമാണ് ഈ മുന്തിരിക്കൊത്ത്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. തീർച്ചയായും ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.